കുറേ ദിവസത്തെ സരിതയുടെ ആഗ്രഹം നമ്മൾ നടപ്പിലാക്കാൻ പോവാണ് കേട്ടാ. ഒരു ടേസ്റ്റ് എന്നല്ല പറഞ്ഞേ കേട്ടാ, വാക്ക് മാറണ്ട കേട്ടോ. പാൽപൂരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ പോണ്ട്. ഈ യു ഷേപ്പിൽ വെട്ടാറിയുന്നു. ആ പിന്നെന്താ വെട്ടിത്തരാലോ എന്ന് പറഞ്ഞു. ഇനിയിപ്പോ നാളെ തൊട്ട് ഇവിടെ മുടി വെട്ടാനായിട്ട് വരുന്നവരെ തിരക്ക്. എന്റെ കൈ തരിക്കുന്നു കുഴക്കാനായിട്ട്. കുഴക്കിന്ന് വെച്ചാ എന്തോരം വട്ടം വേണം പൂരിക്ക്? അപ്പൊ വെറ്റില് ഞാൻ തോൽക്കില്ലേ? ദയനീയമായി പരാജയപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ ഖേദപൂർവ്വം അറിയിക്കുകയാണ്. അടിപൊളി ഗോതമ്പ് പൂരി ക്രീം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നേനെ. ജോഗി ഇത്ര ആക്രാന്തത്തില് ഈ നമ്മൾ 10,500 വീഡിയോ ഇട്ടു, ഇത്ര ആക്രാന്തത്തിൽ ഇതിനത് ആദ്യമായിട്ടാന്ന് തോന്നില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. കുറേ ദിവസത്തെ സരിതയുടെ ആഗ്രഹം നമ്മൾ നടപ്പിലാക്കാൻ പോവാണ് കേട്ടാ. എന്തിട്ടാ? ചന്ന മസാല. ചന്ന മസാല അല്ല എൻ്റെ ആഗ്രഹം, വട്ടൂരായിരുന്നു എൻ്റെ ആഗ്രഹം. വട്ടൂര ആദ്യം ചന്ന മസാല പിടിക്കുക. ചന്ന മസാല ഹോട്ടലുകളിൽ പോയിട്ട് മസാല ഇല്ലാണ്ട് അല്ലേ, വട്ടൂരിലാണ്ട് ചന്ന മസാല മാത്രം. അതിനാണ് പാൽപൂരി ഉണ്ടാക്കാൻ പോണത്. പാൽപൂരി എന്ന് പറഞ്ഞിട്ട് സാധനം ഉണ്ടാക്കാൻ പോണത്. ചേട്ടൻ സൂക്ഷിച്ച് സംസാരിച്ചോളാം. രണ്ട് സാധനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ചന്ന മസാല സരിത ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ ഇങ്ങനെ വെറുതെ ഈ ചാറിൽ വെറുതെ കടലയുണ്ട് വെറുതെ വേറിട്ട് കിടക്കുന്ന പോലെയാണ് ചന്ന മസാല കഴിക്കാറില്ല അല്ലേ? അങ്ങനൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടാവാറുണ്ട്. ഒരു ടേസ്റ്റ് എന്നല്ല പറഞ്ഞേ കേട്ടാ, വാക്ക് മാറണ്ട. അപ്പം നമ്മൾ കിടിലൻ ചന്ന മസാല ഉണ്ടാക്കാൻ പോണ്. പിന്നെ പാൽപൂരി എന്ന് പറഞ്ഞിട്ട് ഒരു ഹെൽത്തി സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അതൊരു വെറൈറ്റി സാധനമാണ്. അപ്പോൾ ചന്ന മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ വെള്ളക്കടല ഇത് ഒന്നുകിൽ തലേ ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന് വൈകുന്നേരം പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇപ്പം വേഗം പോയിട്ട് ഇതിപ്പോൾ ഒരു കപ്പല്ലേ എടുത്തോണത്? ഒരു കപ്പ് ഈ വെള്ളക്കടല ചായ കുടിക്കണ കപ്പില്ലേ നമ്മുടെ, അതിലൊരു കപ്പ് എടുത്താണ്. ഈ കപ്പിലല്ല കേട്ടോ, കുഴപ്പമില്ല. പിന്നെ ഇത് പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ചൂടുവെള്ളത്തിൽ ഈ സാധനം ഇട്ട് വെച്ചാൽ ചൂടുവെള്ളത്തിലാണെങ്കിൽ ഒരു 3-4 മണിക്കൂറൊക്കെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. എന്നിട്ട് എനിക്ക് വെള്ളം ഒഴിക്കുന്നു. നമ്മൾ ആദ്യം തന്നെ ഇത് വേവിക്കാൻ വെക്കുന്നു കേട്ടോ. ഇത്തിരി വെള്ളം കൂടുതൽ ഒഴിച്ചോ മതി. ചിലർ ഉപ്പിട്ട് വയ്ക്കും, നമ്മൾ ഉപ്പിട്ട് വയ്ക്കണേ. ഉപ്പിട്ട് വയ്ച്ചോ, ഉപ്പൊന്ന് പിടിച്ചോട്ടെ ആയിരിക്കും. ഉപ്പിടൂ ഇട്ടോ, ധൈര്യം ഇട്ടോ. സ്വൽപ്പണി വേണം കേട്ടോ, കടലുള്ളിക്ക് പിടിക്കണ്ടേ സാധനം. എന്നാ ശരി. അപ്പോൾ സരിത ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടല വേവിക്കണം. അടക്കി. അപ്പോൾ ചന്ന മസാല ഈ സാധനം എനിക്ക് ചെറിയ അടുപ്പ് ആവശ്യം വരും. അതല്ല ഇത് കുഞ്ഞ് കുക്കറല്ല, ചെറിയ അടുപ്പ്. അപ്പോൾ ചന്ന മസാലയുടെ ആദ്യ ഘട്ടമാണ് നമ്മൾ ഈ സാധനത്തിൽ വേവിക്കാൻ പോകുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചന്ന മസാല രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ 3 തക്കാളി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് വെള്ളമൊഴിച്ച് വേവിക്കാൻ പോവാണ്. ഇത് വേവിക്കാൻ വയ്ക്കണം കേട്ടോ. 3 തക്കാളി വേവിക്കാൻ വയ്ക്കണം. ഇത് വേണമെങ്കിൽ മൂടി വയ്ക്കാം. ഇനി ഇപ്പുറത്ത് സരിത ചെയ്യാൻ പോകുന്നത് പാൽപൂരി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. ആ സാധനം കുഴയ്ക്കാൻ പോവാണ്. ഗോതമ്പ് പൊടി എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ 2 കപ്പ് ഗോതമ്പ് പൊടിയിലാണ് ഈ സാധനം ഉണ്ടാക്കുന്നത്. പൂരി എന്നാട്ടോ ഞാൻ പറഞ്ഞത്, തെറ്റി പോയിട്ടാ. പൂരി ഇത് അങ്ങനെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവാൻ സാധ്യതയില്ല. അപൂർവം പേര്. 2 കപ്പ് വേണം, 1.5 കപ്പ് മതിയില്ലേ? മതിയില്ല. നല്ല ഒറിജിനൽ ഈ ഓർഗാനിക് ഗോതമ്പ് പൊടിയാണ് കേട്ടോ. 2 കപ്പ് ഓർഗാനിക് ഓൾ വീറ്റ് ഫ്ലോർ, ചക്കി ആട്ട. വില കൂടുതലെന്ന് മാത്രം. ഓർഗാനിക് ആകുമ്പോൾ വില കൂടുതലോ? 80 രൂപയാണ്. എൻ്റെ മുടി ചേട്ടൻ വെട്ടി. നിങ്ങൾ വിചാരിക്കണ്ട എൻ്റെ മുടി എന്തെങ്ങനെ ഇരിക്കണേന്ന്. മുടി മുറിക്കാൻ പറഞ്ഞു തരാൻ പറഞ്ഞതാ. അപ്പൊ ഇരി തന്നു. എന്നിട്ട് പറഞ്ഞു പിന്നില് പറഞ്ഞു യു പോലെ വെട്ടാൻ പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ ഈ കത്രോണ്ട് ഞാൻ പറഞ്ഞു തുമ്പ് വെട്ടിയാ മതി എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനെ വെട്ടാന്ന് ചേട്ടൻ പോകുമ്പോ എന്റെ കഷ്ടകാലത്ത് ഞാൻ ചോദിച്ചു, ചേട്ടൻ യു ഷേപ്പിൽ വെട്ടാറിയുന്നു. ആ പിന്നെന്താ വെട്ടിത്തരാലോ എന്ന് പറഞ്ഞു. ചേട്ടൻ വെട്ടാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു അല്ലേ വേണ്ട, വെറുതെ നേരെ വെട്ടിയാ മതി എന്ന് പറഞ്ഞു. അല്ല ഞാൻ യു വെട്ടിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ വെട്ടി കഴിഞ്ഞപ്പോ യു അല്ല വി അല്ല ഒന്നും അല്ലാത്ത പോലെ അവിടെ ഇവിടെ ഇങ്ങനെയൊക്കെ പിന്നെ അത് ഒപ്പാക്കി പറഞ്ഞു. യു വെട്ടി കഴിഞ്ഞപ്പോ സരിത പറഞ്ഞു അത് കറക്റ്റ് ആയിട്ട് വെട്ടാൻ പറഞ്ഞു നേരെ. അപ്പൊ നേരെ വെട്ടിപ്പോ ആ യു ഇതിങ്ങനെ ഇരിക്കണത് നോക്കിയാ. അപ്പൊ യുവിന്റെ നടുകൊണ്ട് അല്ല മോൾ വശാണ്ട് ചെത്തി കളയുമ്പോ തീണ്ടി നീളം കുറഞ്ഞു. അതിനുണ്ടായത് അത് യു ഒന്നല്ല, അതാ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഉപ്പിട് എനിക്ക് ആവശ്യമായിട്ട് ഉപ്പിടുന്നു കേട്ടാ. പൂരിയിലേക്കുള്ള ആവശ്യമായിട്ട് ഉപ്പിടുന്നു. ആ സ്പാ ചെയ്യാൻ പോകുമ്പോ ആ ബ്യൂട്ടി പാർലറിൽ വെട്ടിയാ മതിയായിരുന്നു അല്ലേ? കഷ്ടായി.
അല്ല മുന്നേ ചേട്ടൻ തന്നെയാണ് എനിക്ക് മുടി വെട്ടി തരാം. ആ ഞാൻ മര്യാദയ്ക്ക് നേരെ വെട്ടി തരും. അല്ല ചേട്ടൻ വെട്ടിയാലേ വേഗം നീളം വയ്ക്കും. ഇനിയിപ്പോ നാളെ തൊട്ട് ഇവിടെ മുടി വെട്ടാനായിട്ട് വരുന്നവരെ തിരക്കാവോ? പാല് ഒഴിക്കുക. പാലിലാണ് കേട്ടാ, പാലിലാണ് ഇത് കുഴയ്ക്കുക. അതുകൊണ്ടാണ് പാൽപൂരി എന്ന് പറയുന്നത്. ചേട്ടാ അത് സ്ലോവില് പറഞ്ഞോളൂട്ടാ. പാൽപൂരി അത് ചേച്ചി ഒഴിക്കണ്ട കേട്ടാ, നീ നോക്കിയിട്ട് സാധനം. ഓരോ വട്ടം അത് പറയുമ്പം ഞാൻ പേടിച്ചു നിൽക്കാം. എന്തിനു പേടിക്കണ? ചേട്ടനായ കാരണം കൊണ്ട് ഒരു പേടി. അല്ല ഇത് കണ്ടോണ്ടിരിക്കണവരും പേടിച്ചിട്ടായിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഒരു പൊട്ട് നെയ്യ് കുറച്ച് ഒരു ലെവലാകുമ്പോൾ നെയ്യ് ചേർക്കാം. നെയ്യ് അത് മതി എനിക്ക് ആവശ്യത്തിന് ആളെന്നിട്ട് ഒഴിക്കായിരുന്നു അല്ലേ. അപ്പം എന്തോരം പാലെടുത്തു എന്നുള്ളത് അറിയാം. സമയം ഉച്ചരി ഞാനിട്ട സമയം വൈകുന്നേരത്തെ ഞങ്ങളുടെ ഫുഡാണിത്. അപ്പം എന്തായാലും ഇതാക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും നോർത്ത് ഇന്ത്യൻ അല്ലേ രണ്ടും? പൂരി ആയാലും ചന്ന മസാല ആയാലും അല്ലേ? ഹിന്ദിയിലാണ് കടലേനെ ചന്ന പറയാൻ തോന്നുന്നുണ്ട്. 2 കപ്പ് എടുക്കേണ്ടിയിരുന്നില്ല അല്ലേ? നല്ലത് മതിയില്ലേ നമുക്ക്? ആവശ്യത്തിന് എടുത്താൽ മതിയില്ലേ? ചപ്പാത്തി ഉണ്ടാക്കാം. നെയ്യ് ചേർക്കാം. നോക്കില്ലേ അത് മതി. ഇപ്പോൾ പാല് കൊണ്ടച്ചാൽ ഇത്ര ഒഴിച്ചുകൂടാ. അയ്യോ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിക്കട്ടെ, ഒരു ഇത് കിട്ടും. ശരിക്കും ഇത് ഇവിടെ വെച്ചിട്ട് ആക്കാം അല്ലേ? ഒരു ടീസ്പൂൺ നെയ്യിട്ടാ മതി. പൊരിച്ചോ, ചാമ്പിക്കോ. അയ്യോ ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി കൂടി ഇടണം ഇതില്. അങ്ങനത്തെ ടൈപ്പ് സാധനം. മഞ്ഞപ്പൊടി ഇടണം. അവണ്ടതായിരുന്നു. ഇതിപ്പോ ഞാൻ അവിടെ പിടിക്കില്ല. ഇത് നീ കുഴക്കാൻ പാടില്ല. അയ്യോ ഇത്ര അധികടല്ലേ? നീ ധൈര്യമായിട്ട് കുഴച്ചേ. സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ, 1/4 ടീസ്പൂൺ പോലും ഇല്ല. ഇത് അങ്ങനത്തെ ഒരു സാധനമാണ്. ഈശ്വരാ ഇതെവിടെ നീട്ടിയത് ചേട്ടൻ ഈ റെസിപ്പി? ഇത് പണ്ട് ആരോഗ്യമാസിയിലുണ്ടായിട്ടുള്ളതാ പാൽപൂരി. ഒരു 2007 അപ്പോൾ ഒരു 20 കൊല്ലം മുമ്പുള്ള, അല്ല 2007 എന്ന് പറയുമ്പോൾ 17 കൊല്ലം മുമ്പുള്ള ആരോഗ്യമാസിയിലുണ്ടായിരുന്ന സാധനമാണ് കേട്ടോ ഈ പാൽപൂരി. തോന്നുന്നു അല്ല, ഞാൻ കീറി വെച്ചിട്ടുണ്ടായിരുന്നു. കൊല്ലറിയില്ല. കൊല്ലം ഉണ്ട്, അതിലുണ്ട്. 2007 എൻ്റെ ഓർമ്മ. 2006 2007 ഹെൽത്തി എന്ന് പറയാൻ പറ്റില്ല. ഇത് കൊണ്ട് നമുക്ക് ഇത് വേണ്ട ചപ്പാത്തി ഉണ്ടാക്കാം നമുക്ക് കേട്ടാ. ചപ്പാത്തി ആക്കണേ ചപ്പാത്തി ആക്കിയാൽ മതിയാ. അങ്ങനെയാണെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടിൽ നിനക്ക് ഇത്. അപ്പം പാൽ ചപ്പാത്തി അത് മതി. അല്ല അപ്പം ഹെൽത്തി ആയി. ഇതിപ്പോൾ നമ്മൾ ഓയിലിൽ വറുത്തെടുക്കുമ്പോൾ അൺഹെൽത്തി ആയി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അതിൽ 2 തരത്തിലുള്ള രീതി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹെൽത്തി പാൽ ചപ്പാത്തി ആക്കാം. എന്തോ ചെയ്തോ ചപ്പാത്തി മതിയാ? മതി. അയ്യോ പാൽപൂരി നമ്മൾ തുടക്കം ഇൻട്രോയിൽ പറഞ്ഞു പോയില്ലേ. ഇനി അതന്നെ ഉണ്ടാക്കിയ പാൽപൂരി ഉണ്ടാക്കിയാൽ മതി. എങ്ങനെ ഉണ്ടെന്ന് അറിയാണല്ലോ. ചപ്പാത്തി ആക്കാതെ ബുദ്ധിമുട്ടില്ല. സൺഫ്ലവർ ഓയിൽ പറഞ്ഞ പോലെ വറുത്ത് കോരി കഴിഞ്ഞാൽ അതിന്റെ ഹെൽത്ത് അല്ല അതങ്ങനെ നോക്ക്. നീ ഒരു കാര്യം ചെയ്ത് ഇവിടെ ഉണ്ടാക്കിയ ആ പാത്രം ഇടിക്കുന്നു. പാത്രം ഇടിക്കുന്നു. ഇത് ഇരുന്നിട്ടാക്ക്. ഇവിടെ വന്നിരുന്നാക്കിയോ. നിന്നിട്ടാക്കുമ്പോഴാ ഈണം കിട്ടുള്ളൂ. ഇരുന്നിട്ട് കുഴക്കുമ്പോ സുഖമില്ല. അല്ല അത് കിട്ടുന്ന ശബ്ദം വരില്ലേ? എവിടെ സൗണ്ട് ഇല്ലേ? എന്തായാലും ചെയ്യും. എൻ്റെ കൈ തരിക്കുന്നു കുഴക്കാനായിട്ട്. നീ കൈ കഴുകിയിട്ട് വരണ്ടേ? കൈ കഴുകണം. അതായത് തിളച്ചു വേവട്ടാ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ വേവും. തൊലി വിടും. 1 മിനിറ്റ്. തൊലി ഒന്നിങ്ങനെ കുന്തുരണ്ടിട്ടില്ലേ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെക്കണത്. അപ്പൊ അത് നമുക്ക് തൊലി പൊളിക്കുക എളുപ്പത്തിന്. ഇതിപ്പോ തൊലി ഇപ്പൊ വിടും. തിളച്ച് വേണ്ട തീരുമാനിച്ചാ ചപ്പാത്തി പൂരി മതി. ഉപ്പ് വേണമെങ്കിൽ നോക്കിക്കോ. സ്വല്പം ഉപ്പ് ചേർക്കണം. വേണ്ട ഉപ്പ് ചേർക്കണ്ട. ഒരു ചെറിയ കയ്പുണ്ടല്ലോ. മഞ്ഞപ്പൊടി കൂടി ഇട്ടോ. മഞ്ഞപ്പൊടി കൂടി കയ്പുണ്ടാവില്ല. അതിന്റെ വായരെ വല്ല രുചി മുകളെ പോയിണ്ടാവോ? അതാവുള്ളൂ. അതിനാണ് സാധ്യത. ഈ ചെറിയ ഉരുളകളാക്കാം. പുളിയുറുമ്പുണ്ടല്ലേ? കാലുമേ കൂടെ കയറുണ്ടല്ലോ. എന്തുട്ടാ കയറണ പുളിയുറുമ്പ? പുളിയുറുമ്പ തന്നെയാണല്ലോ. കുറെ പുളിയുറുമ്പ എൻ്റെ കാലുമേത്തൊക്കെ കഴിച്ചു. തക്കാളി വെന്തു കേട്ടോ. അപ്പം നമുക്ക് തക്കാളി എടുക്കാം. തക്കാളി തീ ഓഫ് ചെയ്ത് കേട്ടാ? ഇല്ല അതിന് ആവശ്യമുണ്ട്. വെള്ളം ആവശ്യം. പിന്നെ അതിൽ വേറെ പണികളുണ്ട്. ഇതൊരു വിസിലടിച്ചു. ഇത് നമുക്ക് സിമ്മിലിട്ട് വയ്ക്കാം അല്ലേ? നമ്മുടെ ഈ തക്കാളി ഇല്ലേ അതിങ്ങോട്ട് എടുക്കണം കേട്ടോ. അടുത്ത് മാറ്റി വെച്ച് നമ്മൾ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒരു 2 കുഞ്ഞ് സവാള ഇങ്ങനെ വെട്ടി നുറുക്കി അരിക്കിടുന്നു. പിന്നെ അണ്ടിപ്പരിപ്പ് കുറച്ച് കഴുകി അരിക്കിടുന്നു കേട്ടോ. തീയണോട്ടാ. ഒരു സ്വല്പം മുളക് പൊടി ഉണ്ട്, അല്ല മഞ്ഞൾപ്പൊടി ഇടുന്നു. എൻ്റെ തല തിരിഞ്ഞ ഒന്ന് ഇളക്കാം.
തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് തക്കാളിയുടെ തൊലി കളയണം കേട്ടോ. തക്കാളി ചൂടിന് അതിന് തൊലി കളയണം. ചൂട്ടോടെ എന്നെ കളയണമെന്നുണ്ടോ? എൻ്റെ കൈ പൊള്ളും. ചേട്ടാ ഓടുന്നു കണ്ട പറഞ്ഞതാ, ചൂടാറിട്ട് ചെയ്താൽ പോരെ. അല്ല, തൊലി കളഞ്ഞിട്ട് ഇതിരിക്കിടണം. തൊലി കളഞ്ഞിട്ട് ഇതിരിക്കിടണം തക്കാളിനെ. ഈ തൊലിയില്ലേ, ഇതിൻ്റെ മീതിയുള്ള തൊലിയില്ലേ നോക്കിയാൽ കണ്ട, അത് നമുക്ക് വേണ്ട. അപ്പൊ ഇപ്പന്നല്ലേ പറഞ്ഞ ചൂടാറിട്ട് ചെയ്യണുള്ള കൈ പൊള്ളുന്നു. ആ സമയം ഞാനേ ഒരു 5 സെക്കൻഡ് പോലും. ഞാൻ ഒരു 2 മിനിറ്റ് തരാം, ഇരിക്കട്ടെ. ഒന്ന് മൂടി വയ്ക്കാം. ഇത് കുറേ പൂരിക്കുന്നില്ല. ബാക്കി ചപ്പാത്തി ഉണ്ടാക്കാം. ഒരു കപ്പ് എടുത്താൽ മതിയായിരുന്നു. എത്ര എണ്ണം ഉണ്ടാക്കണം പൂരി? 10 എണ്ണം മതിയാ? എനിക്ക് 4. ജഗുവിന് എത്ര വേണം? 4. നിനക്ക് എത്ര വേണം? അല്ല, ഇത് കുറച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ടല്ലേ പോകുള്ളൂ, ഇടയിൽ വെച്ച് പോവോ? നിനക്കത്രേ 3. നീ കഴിക്കില്ലേ? അവൻ പൂരി കഴിക്കില്ലാന്ന്. അപ്പൊ ഇതിപ്പോ 12 എണ്ണായിണ്ട്. അത് ബാക്കിൽ മാറ്റി വെച്ചോ. അപ്പൊ 2 കപ്പിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലേ? ഞാൻ പറഞ്ഞില്ലേ 1 കപ്പ് മതിയെന്ന്. ബാക്കി ചപ്പാത്തി ചപ്പാത്തി ഉണ്ടാക്കിയോ? എടാ നാളെ ഉണ്ടാക്കിയാ നാളെ ഉണ്ടാക്കിയാൽ മതി, അത് വേറെ കാര്യം. ഇന്നുണ്ടാക്കണേ ഉണ്ടാക്കാം. ചപ്പാത്തി ഉണ്ടാക്കണ നിനക്ക്? നീ പൂരി കഴിക്കില്ലല്ലോ. വേണ്ട ഞാൻ കണ്ട നിർബന്ധിക്കുന്നില്ല. അപ്പൊ ഇത് പരത്തിയാലോ? തൊലി കളയട്ടെ. 2 മിനിറ്റ് ആയാ? 2 മിനിറ്റ് നോക്കിയിട്ട് കാര്യമില്ലേ, അത് ഭയങ്കര ചൂടാണ്. തളച്ചോണ്ടിരിക്കണ സാധനം ഇറക്കി വെച്ചിട്ട്. അയ്യോ, ചപ്പാത്തി ഉണ്ടാകുന്ന സാധനങ്ങളൊന്നും കൂടെ കൊണ്ടുവന്നിട്ടില്ലേ? ഞാൻ എടുത്തിട്ട് വരാട്ടാ. ഞാനേ വല്ല മഴയാണ് വരുന്നതിന് മുമ്പ് കഴിക്കാൻ വെച്ചിട്ട് പാൻ ഇട്ട് കൊണ്ടത്. 3 ഇത് കളഞ്ഞു. ഈ ഞെട്ടിൻ്റെ വശം കളയിട്ടെ. തുണ്ട് ക്ഷമ കാണിക്കുക ചേട്ടാ, ഒന്ന് ചൂടാറി കൈ ഇങ്ങനെ പൊള്ളിക്കണ. കഴിഞ്ഞു. ഇത് തോട് മുഴുവൻ കളഞ്ഞു കേട്ടാ. നമ്മുടെ ഈ സബോള ഇതിലേക്ക് തക്കാളി ഇടണം കേട്ടാ. ഇനി ഒരു 5 മിനിറ്റ് നേരം വേവിക്കുന്നു. നമ്മളെ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാൻ പോകട്ടാ. 5 മിനിറ്റായി, തീ ഓഫ് ചെയ്തു. ചേട്ടാ, ഈ കടലയുടെ ഇത് സിമ്മിലിട്ടിട്ട് എത്ര സമയം ഉണ്ടാവും? 10 മിനിറ്റ് അതിൻ്റെവും. ഇനി ഇത് ചൂടാറിയിട്ട് മിക്സിയിൽ അടിച്ചുകൊണ്ടിരണം. ഈ സാധനം ചൂടാറിയിട്ട് മിക്സിയിൽ അരച്ചുകൊണ്ടിരണം. ഇത് ചൂടാറാനാണ് ഇത്തിരി സമയം പിടിക്കരുതേ. ചൂടാറട്ടെ. ഫാൻ്റെ അടിയിൽ കൊണ്ടു നോക്കിയാലേ. എന്തോരം വട്ടം വേണം പൂരിക്ക്? സാധാരണ പോലെ തന്നെ. അധികം വട്ടം വേണ്ട അല്ലേ? ഏയ്, ഇതിപ്പോൾ ഒരു 15 മിനിറ്റ് അല്ലേ വേണ്ടേ? 15 മിനിറ്റ് നോക്കി നോക്കാം നമുക്ക്. ഓഫ് ചെയ്തിട്ടാ. കുക്കറിൻ്റെ അതുപോലെ ഇരിക്കും. അന്ന് ചൂടാറാൻ ഫാൻ്റെ അടിയിൽ കൊണ്ടു വെച്ചോക്കെ മിക്സിയിലടിക്കുക. നമ്മുടെ ഈ സാധനം ചൂടാറിയിട്ട് ഞാൻ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ട്. ചേട്ടനെ വെഗിളി പിടിച്ചോണ്ടിരിക്കണ കാരണം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായേ. അതായത് ഇത് ഷൂട്ടിങ് തുടങ്ങാൻ പോണേലും മുന്നേ എന്നോട് പറഞ്ഞു 1 മണിക്കൂർ കൊണ്ട് ഇത് കഴിയുന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കഴിയില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞു 4:45 നമ്മൾ തുടങ്ങാണ്, 5:45 ഇത് കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് ഇത്തിരി വലിയ സംഭവങ്ങളൊക്കെ ആയ കാരണം ഇത് കഴിയില്ല 1 മണിക്കൂർ കൊണ്ട്. എന്തായാലും നമ്മൾ വെറുതെ അടുക്കളയിൽ എടുത്ത് പാചകം ചെയ്യുകയാണെങ്കിൽ കഴിയൂട്ടാ, പക്ഷെ ഷൂട്ടിങ് ചെയ്തുകൊണ്ടിരിക്കണ ആരുണ്ടേ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് 1 മണിക്കൂർ കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടാണ്. കാട്ടിക്കൂട്ടി കിടന്നും മുഴുവൻ ഈ ചൂട്ടോടെ ഇതിന്റെ തൊലി കളഞ്ഞോടന്നതും ഒക്കെ അല്ലേ. ഞാൻ തോൽക്കില്ലേ? അങ്ങനെയല്ല, സമയം കറക്റ്റ് ആയിട്ട് ഞാനിപ്പോ പാചകം ചെയ്യാൻ പോകണ്ടാ. നമ്മള് അല്ല, ഇത് അടിച്ചുകൊണ്ട് വരണ്ടേ? അപ്പൊ ഈ സാധനം സെറ്റ് ആവും. അതിക്കൊന്നും ഒഴിക്കുക വേണ്ട. നീ ചപ്പാത്തിന്റെ നിർത്ത്. നീ സാധനം അരച്ചു കൊണ്ടുപോവാ. ഇത് മിക്സിയിൽ തന്നെ ഇനി ഒരു വെള്ളം ചേർക്കണം കേട്ടോ. അങ്ങനെ വലിയ ജാറിലുണ്ട് ഒറ്റ അരക്കില് കൊണ്ടുവന്നിട്ട് അരച്ചിട്ട്. വലിയ ജാറിലരക്കണോ ചെറിയ ജാറിലരക്കണം? വലിയ ചേർത്തിൽ എന്തൊരു തേങ്ങ അരക്കി വേറെ ചോദ്യം പോണോ? ഇതിൽ കൂടെ പോണോ അപ്പുറത്തൂടെ പോണോ? ഒരു നാടകം ഉണ്ട്, അത് ഞങ്ങൾക്ക് ഇപ്പൊ കളിച്ച് കാണിച്ചു തരാം, പറഞ്ഞു തരാം കേട്ടാ. അത് കളിക്കാന്ന് വെച്ചാൽ അത് കളിച്ചിട്ട് പോവാം. അത് ചൂടായി ഇതിനുള്ളിലത്തെ സ്ഥാനത്ത് ചൂടില്ല. ഉള്ളിലത്തെ സ്ഥാനത്ത് ചൂടില്ല. പാത്രത്തിന് നേരി ചൂടോ കൊണ്ടുപോയി അടിച്ചിട്ട് വാ. ഞാൻ പോയിട്ട് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. വേഗം കൊണ്ടോട്ടാ. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാം. ഇതിലാണ് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നതാ. നമ്മുടെ പാത്രം ചൂടായിട്ടാ. അപ്പോൾ നമ്മളതിലേക്ക് ഒരു 2-3 ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിക്കണം കേട്ടോ. ഇത് ചെരിഞ്ഞിട്ടാ ഒഴിക്കുന്നില്ല. ഇപ്പുറത്തേൽ വെച്ച് നോക്കിയോട്ടെ കേട്ടോ. അടുപ്പിന് ഒരു ചെരിവുണ്ട്. ഇതിന് ചെരിവുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് മേശേരി ആയിരിക്കും. മേശേരി ചെരിവാണ്. ഇതിലാവട്ടെ. ഇത് സ്വല്പം ചെരിവ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ
ഒരു ചെറിയൊരു കറുവപ്പട്ടയുടെ കഷ്ണം, 2-3 ഏലക്കായ, 2 കരയാമ്പൂ, ഒരു ബേ ലീഫ് ഇടണം കേട്ടോ. അതായത് പൊട്ടി കഴിയുമ്പോൾ ഏലക്കായ ഒന്ന് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നു. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഒരു ഇളക്കണം. അത് എന്തെങ്കിലും നോക്കണം. ഞാൻ സിമ്മിലിട്ടിട്ടുണ്ട്, തീര് സിമ്മിലിട്ടുണ്ട്. ഓ കറക്റ്റ് സമയത്തിന് തന്നെയാണ് നീ എത്തിയിട്ട് സാധനം. കറക്റ്റ് സമയത്തിന് തന്നെ എത്തി. അത് പേസ്റ്റ് അടിച്ച് പോകണം അല്ലേ? ഇതാണ്ട പേസ്റ്റ് അടിച്ച് പോകണം. നമ്മുടെ കടല വെന്തിട്ടില്ലേ നോക്കി സരിത? ഇസ്രാവേദല്ലേ നോക്കി നോക്കി എന്തുണ്ടോ? വെന്ത് കറക്റ്റ് വേവാണ്. കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂൺ ഇട്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നു കേട്ടോ. മാറ്റിക്കാം. അല്ലെങ്കിൽ എന്നെ ചേട്ടൻ വെഗിളിയോ കൂടെ. ഇത് മൂക്കണോട് കൂടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ മൂക്കും. അപ്പോൾ നമ്മൾ ഈ പേസ്റ്റ് അടിച്ചത് ഒഴിക്കുന്നു കേട്ടോ. അയ്യോ ടേസ്റ്റ് ആയിട്ടില്ലേ? കഷ്ണങ്ങളൊക്കെ കിടക്കണ്ടോന്ന് അറിയാം. ഇല്ല അയ്യോ ദേ കിടക്കണു. ഏതാ? അതെ വെള്ളം ഭയങ്കര കൂടുതലായിരുന്നു ചേട്ടാ. ഈ ഒരു ചെറിയ കഷ്ണമല്ല, അത് കുഴപ്പമില്ല. നല്ല ഭംഗിയില്ല സരിത കാണാൻ. പെട്ട് തന്നെ അവിടെ എൻ്റെ പാചകം സരിത. അല്ല സമയം വൈകി കഴിഞ്ഞാൽ ലേറ്റ് വയ്ക്കേണ്ടി വരും അല്ലേ? അതെ സാധനം തിളച്ചു തുടങ്ങി. അപ്പോൾ നമ്മളിതിലേക്ക് കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇടണം കേട്ടോ. സ്വല്പം മഞ്ഞൾപ്പൊടി ഇടണം. ഇനി നമ്മൾ ജീരകപ്പൊടിയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഒരു 1/2 ടീസ്പൂണിനേക്കാളും ഒരു സ്വല്പം ജീരകപ്പൊടി കൂടുതലിടണം കേട്ടോ. അതിട്ടു. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടുന്നു. നമ്മൾ 1 ടീസ്പൂൺ പഞ്ചസാര ഇടണം കേട്ടോ. ഇളക്കണം, തിളക്കട്ടെ. ഇപ്പോൾ തക്കാളിയുടെ 2-3 ചെറിയ കഷ്ണങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് കളയൊന്നും വേണ്ടതിനാ. അതലിയും ഇതിൽ കിടന്നിട്ട് അതലിയൊന്നുമില്ല. തക്കാളി നല്ല കുറുകിയ ചാറായി തുടങ്ങി കേട്ടോ. തിളച്ചടങ്ങിയപ്പോഴേ നല്ല കുറുകിയ ചാറായി തുടങ്ങി. നമുക്കിരിക്കും ഉപ്പിടാം. മറ്റേ ഉപ്പില്ലേ എന്നിട്ട് പറയുന്ന പേര് ബ്ലാക്ക് സാൾട്ട് കണ്ട, അതാണ് ഇടുന്നത് കേട്ടോ. അതിടുന്നു. അതിട്ട് ഇളക്കണു. ഇനി നമ്മളിതിലേക്ക് കസൂരി മേത്തി അതിടണം കേട്ടോ. ഒരു സ്വല്പം ഇതിലേ നോക്കിയ അണ്ടിപ്പരിപ്പ് ചിലതൊക്കെ അരയാണ്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അത് മിക്സിയിലെ കൂടുതൽ ഇതായിട്ടാണ്. മിക്സിയിൽ അരയിൽ കുറവായിട്ടാണ് കേട്ടോ. നിങ്ങളാകുമ്പോൾ നന്നായി അരച്ചോളാം എല്ലാം. നമ്മളിതിലേക്ക് ആ വെള്ളം മൊത്തം മിക്സിയിലേക്ക് ഒഴിക്കണ്ടായിരുന്നു. ഞാൻ അത് അങ്ങനെ തന്നെ ഒഴിച്ചു. അതുണ്ടായി ഒരു സ്വല്പം ബട്ടർ കേട്ടാ. ഒരു ചെറിയൊരു കഷ്ണം ബട്ടർ. നമുക്കിതിൻ്റെ ഉപ്പൊക്കെ നോക്കാം കേട്ടോ. അത് കടലിട്ടിട്ട് ശരിക്കും ഉപ്പ് നോക്കിയാൽ മതി. കടലിൽ നിന്ന് ഉപ്പ് നോക്കുന്നുണ്ട്. ഉപ്പ് കുറവാണ്. ഇതിൻ്റെ ഉപ്പിടുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. കടലയിൽ നമ്മൾ സാധാരണ ഉപ്പല്ലേ? അത് മറ്റു വേണമെങ്കിൽ ഇടാം. ഇനി ഉപ്പ് നോക്കിയിട്ട് ഇടാം നമുക്ക്. ചാറ് കുറുകി തുടങ്ങിയിട്ടാ. ചാറ് കുറുകി തുടങ്ങി. അപ്പോൾ നമുക്ക് ഇനി കടല ഇടാം. കടലയിലത്തെ വെള്ളം വേണ്ട നമുക്ക് കേട്ടാ. വെള്ളം ഊറ്റി കളയാൻ തരുതാ. വെള്ളം ഊറ്റി കളയിട്ടാ. ഇനി നമുക്ക് ഈ കടലയുണ്ട് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. കടല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. 2 മിനിറ്റ് കഴിയുമ്പോൾ ഉപ്പ് നോക്കാം. ചെറുതായിട്ട് തീ ആക്കിയിട്ടുണ്ട്. സ്വല്പം നേരം മൂടി വയ്ക്കണം. 5 മിനിറ്റ് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് ആയിട്ട്. അപ്പോൾ നമുക്കൊന്ന് തുറക്കാം. ഇനി നമുക്കിതിൻ്റെ ഉപ്പ് കറക്റ്റായിട്ട് നോക്കിയാൽ കേട്ടോ. ഉപ്പ് കറക്റ്റായാലും നമുക്കിതിൻ്റെ പറയാൻ പറ്റില്ല. സ്വല്പം ഉപ്പ് കുറവാണ്. സാധാരണ ഉപ്പ് ചേർത്താൽ പോരെ? സാധാരണ ഉപ്പ് ചേർക്കണമെങ്കിൽ ചേർക്കാം. പക്ഷേ നമ്മൾ ഇതെല്ലാം സ്വല്പം ഉപ്പ് ചേർക്കണം കേട്ടോ. മതിയാവും. നമുക്ക് തീ ഓഫ് ചെയ്യാം. മല്ലിയില ഇത് ആഫ്രിക്കൻ മല്ലിയില, സാധാരണ മല്ലിയാണ് കേട്ടോ. മല്ലിയില വെതർന്നു. നമുക്കിതിൻ്റെ മുകളിൽ കുക്കിംഗ് ക്രീം നമ്മൾ ഒഴിക്കുന്നില്ലേ കണ്ട. നമ്മുടെ സാധനം സെറ്റാക്കി മാറ്റി വയ്ക്കാം നമുക്ക് കേട്ടോ. സരിത സമയം 4:45 സമയം. അല്ല 5:45. ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ പൂരി ഉണ്ടാക്കാനായിട്ട് ഓയിൽ ഒഴിക്കണം കേട്ടോ. പാത്രം ചീഞ്ചട്ടിയിൽ പപ്പടം കാച്ചണ പോലെ ഇങ്ങനെ. ഇവിടെ എന്തിട്ട് പോയിക്കണേ? എണ്ണ കളഞ്ഞാ?
അത് ഇതിലത്തെ എണ്ണയായിരിക്കും ഈ ഇപ്പം മുന്നിലത്തെ ഈ ചീഞ്ചട്ടിയിലത്തെ ഭൂരിത എത്രയ്ക്കാണ് ഉണ്ടാക്കുന്നത് കേട്ടാ പൂരി പിന്നെ സരിത ചപ്പാത്തി ഇവിടെ കുറച്ചെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് പാൽ ചപ്പാത്തി അതേപോലെ തന്നെ നമ്മൾ ഈ സാധനം അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ പാചകം എന്ത് തന്നെയായാലും കഴിക്കും എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ ഒരു ബെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ദയനീയമായി പരാജയപ്പെട്ട കാര്യം ഞാൻ നിങ്ങളെ ഖേദപൂർവ്വം അറിയിക്കുകയാണ്. എന്താ ചേട്ടൻ പരമാവധി ശ്രമിച്ചു കൂട്ടാ 1 മണിക്കൂർ കൊണ്ട്. അത് കുറെ സമയങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒറ്റ സമയം ക്രീമില് കുക്കിംഗ് ക്രീമിന്റെ ഇത് 5 മിനിറ്റ് വിലപ്പെട്ട തന്നെയാണ്. അതിന് പകരം 5 മിനിറ്റ് ചേട്ടൻ എക്സ്ട്രാ എടുത്തോ. തോറ്റു സമ്മതിക്കാൻ എത്ര ബുദ്ധിമുട്ട്. ശരിയാ 1 മണിക്കൂർ കൊണ്ട് നീ പറഞ്ഞത് ശരിയാ. 1 മണിക്കൂർ കൊണ്ട് കഴിയില്ല പറഞ്ഞു തന്നിട്ട് സമ്മതിക്കാൻ എനിക്കൊരു മടിയില്ല. ഞാൻ പറയില്ലോ. ശരിയാ ചേട്ടൻ പറഞ്ഞതാ. പറഞ്ഞത് തെറ്റിപ്പോയിക്കാറുണ്ട്. അതുകൊണ്ട് ഇഷ്ടം പോലെ തോറ്റാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് സമ്മതിക്കാനായിട്ട് മടിയില്ല. പിന്നെന്താ സമ്മതിക്കാണ്ട് ഇങ്ങനെ ഓരോ ഒഴിവൊഴിയൊന്നും പറയില്ല. അല്ലാന്ന് ഒരു 5 മിനിറ്റ് വ്യത്യാസങ്ങളെ വരില്ലോ എന്ന് പറയാം ഞാൻ. ചപ്പാത്തി എങ്ങനെ ശരിയുണ്ടോ? ചപ്പാത്തി ശരിയായുള്ളൂ. തോണ്ടില്ലേ വെളിച്ചെണ്ണ? അല്ല ഓയില് ശരിയുണ്ട് തോണ്ടില്ലേ? ഇടാല്ലേ? ഭൂരി ഇടാറായില്ലേ? വെളിച്ചെണ്ണ ചൂടായിട്ടിട്ടോളൂ. നന്നായി ചൂടാവട്ടെ, അല്ലെങ്കിൽ പിന്നെ ആയിട്ടില്ലെങ്കിലോ. ഇത് ഇങ്ങനെയാണ് ഇരിക്കേണ്ട, ഇറക്കി വെച്ചിട്ട് അരിക്കേണ്ട പതുക്കി ഇങ്ങോട്ട് വെച്ചാൽ ഇങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം. ഇഷ്ടത്തിന് ചെയ്തു എങ്ങനെയാ വെച്ചാൽ ഇടാൻ പോണു വെക്കട്ടെ. വരുന്നുള്ളൂ അത് മുങ്ങിട്ട് തന്നെയാണല്ലോ കിടക്കണേ. പൊളച്ചു കണ്ട. എൻ്റെ ക്ലിക്ക് പരീക്ഷണം വിജയിച്ചിരിക്കുന്നു. പാൽപൂരി റെഡി ആയിരിക്കുന്നു. തീ കുറയ്ക്കാമല്ലോ തരുത. മഞ്ഞപ്പൊടി ഇട്ടില്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വെളുത്തിരുന്നേനെ അല്ലേ? മഞ്ഞപ്പൊടി ഇട്ടില്ലെങ്കിൽ വെളുത്തിരുന്നേനെ. ഇതിപ്പോ പാല് ചേർക്കണോണ്ടാവൂല്ലേ പാൽപൂരി എന്ന് പറയണത്. തീന്ന് സിമ്മിലിടാം അല്ലേ. നമ്മുടെ ഫസ്റ്റ് പൂരിട്ടാ നല്ല വീർത്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ പ്ലേറ്റിലേക്ക് വയ്ക്കുന്നു. അടുത്തിടാം. അത് മല്ലിയില ഫസ്റ്റത്തെ വീർത്തു, രണ്ടാമത്തെ ഫുള്ള് വീർത്തില്ല തരിക. എന്നാലും കുഴപ്പമില്ല. ചില പൂരികൾ വീർക്കും, ചിലത് വീർക്കില്ല. അതല്ല തീ കുറവായിരുന്നേ. ഞാൻ തീ കുറച്ചു. ചപ്പാത്തി നല്ല ഭംഗിയിട്ട് കാണാൻ അല്ലേ? വട്ടം കുറവാട്ടാ. രണ്ടാമത്തെ പൂരി എടുക്കുന്നു. മൂന്നാമത്തെ ഞാൻ കൈ കൊണ്ടിടാൻ പോവാ. പകുതി വീർത്തു. അടിപൊളി ഗോതമ്പ് പൂരി. അങ്ങനെ നമ്മുടെ പൂരി ഉണ്ടാക്കൽ കഴിഞ്ഞു കേട്ടോ. മനോഹരമായ പൂരി ഉണ്ടാക്കി. തീ ഓഫ് ചെയ്തു. 2-3 നല്ലതിൽ വീർത്തു. പിന്നീട് വീർത്തില്ല. അസ്തമന സൂര്യൻ പടിഞ്ഞാറ് അസ്തമിക്കുന്നതിന് നേരം വടക്കോട്ടൊക്കെ പോകണ്ടല്ലോ ആളുകൾ. ആ പ്ലാനുകളൊക്കെ പൊളിഞ്ഞുകൊണ്ട് സൂര്യക്ക്. പാൽപൂരി റെഡി. പാൽപൂരി ചപ്പാത്തി. അപ്പോൾ ഇപ്പം സമയത്ത് 5:55 10 മിനിറ്റ് നേരത്തെ വ്യത്യാസം. ഒന്നും കൂടി ചവിട്ടി പിടിച്ചിരുന്നെങ്കിൽ. ശരിക്കും ചവിട്ടി പിടിച്ചിരുന്നെങ്കിൽ കൈ പൊള്ളി. കിണ്ണം ചൂടുണ്ടിട്ട് എടുക്കണ്ട. ഓ ഇത് മുട്ടിയിരുന്നിട്ടില്ലേ? ഭയങ്കര ചൂടായി. കൈ കണ്ട നോക്കിയേ പൊള്ളി. നോക്കിയേ പൊള്ളിയാ എവിടെ? പുള്ളി എടുത്ത് വരണ മരുന്നുണ്ട് അവിടെ. അങ്ങനെ നമ്മുടെ മനോഹരമായ തെങ്ങിൻ്റെ കടയ്ക്ക് പുല്ലിൻ്റെ അടുത്ത് നമ്മൾ ഇരിക്കുകയാണ് കേട്ടോ. നോക്കിയ തലയിൽ നാളേരെ പട്ടയ്ക്ക് വീണ് കഴിഞ്ഞാൽ അതിമനോഹരമായിരിക്കും. നോക്കിയാ പട്ട 2 ഉണങ്ങി നിൽക്കണത് കണ്ടാ. കമ്പനിയിലെടുക്കാൻ വേണ്ടി തെങ്ങിന്റെ കടക്കേക്ക് വന്ന് കിടന്ന യൂട്യൂബറുടെ തലയിൽ പട്ട വീണു. വാർത്ത വരും അങ്ങനെ. അല്ല ചേട്ടനല്ലേ പറയാ വൈറൽ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മറ്റേ ടവറിന്റെ മുകളിൽ കയറിയിട്ട് ഫയർഫോഴ്സ് എണീക്കുന്നു. ചേട്ടാ എടുത്തില്ലേ ഫോട്ടോ? 2 പട്ട ഉണങ്ങി നിക്കണേ. അപ്പൊ നമ്മുടെ ചന്ന മസാല, പാൽ ചപ്പാത്തി, പാൽപൂരി. പൂരി എടുത്തു വയ്ക്കുന്നു. ആദ്യം പൂരിയും ചന്ന മസാലയും ഇതാട്ടാ ഇതെടുക്കാൻ പോകണം നമ്മൾ. ഇതിൽ ക്രീം പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രീം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നേനെ.
കാണാൻ ഭംഗിയുണ്ടായേനെ. അയ്യോ ഉപ്പ് ഞാൻ കറക്റ്റായിട്ട് പിന്നെ നോക്കില്ല ചേട്ടാ. ക്രീം വേണ്ട വാങ്ങിക്കണ്ട എന്ന് ഞാൻ പറഞ്ഞതായിരുന്നു. കാരണം ഈ ഒരു ഇതിന് വേണ്ടിയിട്ടൊരു ലേശം ഒഴിക്കാനുള്ള, പിന്നെ ആ വലിയ ബോട്ടിൽ വേസ്റ്റ് ആവും, നമുക്ക് ആവശ്യമില്ല. പക്ഷെ എന്നാലും ചേട്ടന് അതാ അതിൻ്റെ മുകളിൽ കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പാവം ചേട്ടൻ 250 രൂപ കൊടുത്ത് വാങ്ങിച്ചിട്ട് വന്നതാ. അല്ലേ 250 രൂപ അല്ലേ വില? ഇത് ഉപ്പ് ഞാൻ നോക്കില്ല പിന്നെ സരിത ചന്ന മസാല എന്ത് വില ആണ്? ഉപ്പ് കറക്റ്റ് അല്ലേ? തിക്നെസ് കൂടിയില്ല. എന്ത് ചാറിന? പൂരിക്ക്. അതെ പൂരി. പൂരി അല്ല പൂരി. എനിക്ക് ഇഷ്ടപ്പെടാ. നല്ല ഫ്ലേവർ. ഏലക്കായ ചന്ന മസാല ഇഷ്ടമായ? മേടിക്കണേക്കാളും രസമുണ്ടാ? അമ്മേ ചേട്ടാ. ആ ജീവന് ഇഷ്ടപ്പെട്ടു. ക്ലിക്കായിരിക്കും സാധനം. എന്തെങ്കിലും ആവട്ടെ. അയ്യോ ഇത് മറയുണ്ട മേശ തോന്നണതാ? അത് ഓടിക്കാരനെ ചെരിഞ്ഞു പോണു. രസം പാൽപൂരി എങ്ങനെയുണ്ട്? പാൽപൂരി അത്ര ടേസ്റ്റ് ഇല്ല അല്ലേ? മറ്റേ പൂരി ടേസ്റ്റ് അല്ല. ഇത് ഫുൾ ഓർഗാനിക് ഗോതമ്പാണ്. ഫുള്ള് ഓർഗാനിക് ഗോതമ്പാണ് കേട്ടോ. അതുകൊണ്ടാണ് പൂരിക്ക് ഒരു കയ്പ് അല്ലേ? ആ അത് ഓർഗാനിക് ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന പൂരിയുടെ പോലത്തെ ടേസ്റ്റ് ഇല്ല കേട്ടോ ഇതിന്. അതിൽ മൈദ്യവില്ലേ? കൂടുതലും മൈദ ഉണ്ടാവില്ലേ? നല്ല ടേസ്റ്റുള്ള ചന്ന മസാല കേട്ടാ. സിമ്പിളല്ല ഇത് ഉണ്ടാക്കാൻ. അത് സിമ്പിളാണ് എന്നാൽ ടേസ്റ്റിയാണ്. ചപ്പാത്തി രസം ചപ്പാത്തി കഴിച്ചിട്ട് അങ്ങനെ നോട്ടെ. അടുത്തോ പൂരിയേക്കാൾ രസം തോന്നുന്നു ചപ്പാത്തിയാ. സൂപ്പർ ചപ്പാത്തിയാണ്. അന്ന് ഞങ്ങൾ വൈകുന്നേരം ബാക്കി കഴിക്കാൻ വെച്ചിട്ടാ. ബെസ്റ്റ് സാധനമാണ്. നിങ്ങൾ ഇതേപോലെ ചന്ന മസാല ഉണ്ടാക്കാം. ഇതുപോലത്തെ പാൽപൂരിയും പാൽ പൊറോട്ടയും ഉണ്ടാക്കാം. അല്ല പാൽ ചപ്പാത്തി ഉണ്ടാക്കാം കേട്ടോ. ജഗുവിന് ആക്രാന്തമുണ്ട്. ജഗു ഇത്ര ആക്രാന്തത്തിൽ ഈ നമ്മൾ 10,500 വീഡിയോ ഇട്ടു. ഇത്ര ആക്രാന്തത്തിൽ ഇതിനത് ആദ്യമായിട്ടാന്ന് തോന്നില്ലേ? ഭയങ്കര ഇഷ്ടപ്പെട്ടു ജഗുവിന്. പണ്ടത്തെ വീഡിയോകൾ കാണുമ്പോൾ ജഗുവിനാണ് നല്ല രസമായില്ലേ അല്ലേ? ജഗു കുറച്ചുകൂടി ഇൻവോൾവ്ഡ് ആയിരുന്നു അന്ന് വീഡിയോ വന്നിട്ട്. അല്ല പിന്നെ കോവിഡിന്റെ ടൈമിൽ സ്കൂളിലല്ലോ, അപ്പൊ എപ്പോഴും വീഡിയോ എടുക്കണേൽ വന്ന് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഓരോ കമന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം നിർത്താം നമുക്ക്. കുഴപ്പമില്ല. കൈ അടിച്ചിട്ടുണ്ട്. ആ പടി 3 ഇലക്കായി അടിച്ച് അല്ല 3 ഇലക്കായി ഇട്ടത്. ഒരേലക്കായി ഞാൻ കഴിച്ചത്. ഒരെണ്ണം കിട്ടി. ഒരെണ്ണം അതിലുണ്ട്. അപ്പം നിർത്താം. നമുക്ക് അടുത്ത വീഡിയോയിലാണ്. അവരെ നന്ദി, നമസ്കാരം.